മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ജവഹർലാൽ നെഹ്റു എന്നതാണ് മൂന്നാമത്തെ മൊഡ്യൂള്. അതിലെ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 പോർബന്തറിലാണ് ജനിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് വലിയ നേതൃത്വം വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയുടെ പിതാവായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. സത്യാഗ്രഹം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സമരമുറ ശക്തമായ ചെറുത്തുനിൽപ്പിൻ്റെ ഉപകരണമായിരുന്നു. ലണ്ടനിൽ നിയമം പഠിക്കുകയും ദക്ഷിണാഫ്രിക്കയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് ഇന്ത്യക്കാർക്കെതിരായ വംശീയ വിവേചനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനെതിരെ സമരങ്ങൾ ആരംഭിച്ചാണ് ഗാന്ധി തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. 1915 ഇന്ത്യയിൽ തിരിച്ചെത്തിയ മഹാത്മാഗാന്ധി താമസിയാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയുൾപ്പെടെ നിരവധി പാൻ ഇന്ത്യ പ്രസ്ഥാനങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. ഇത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ സ്വതന്ത്ര സമരത്തിൽ അണിചേരാൻ പ്രചോദിപ്പിച്ചു. സത്യത്തിൻ്റെയും അഹിംസയുടെയും സമരമാർഗത്തിലൂടെ അദ്ദേഹം രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചു. 1948 ജനുവരി 30 ഗാന്ധിയുടെ സഹിഷ്ണുതാ വീക്ഷണങ്ങളെ എതിർത്തിരുന്ന ഹിന്ദു ദേശീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ലോകത്തിന് ഇന്നും വെളിച്ചമായി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഗാന്ധിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനുകളെയാണ് നോക്കാനുള്ളത്. ആദ്യമായിട്ട് ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയ്ക്ക് അദ്ദേഹം ചെയ്ത, ദേശീയ പ്രസ്ഥാനത്തിന് അദ്ദേഹം ചെയ്ത കോൺട്രിബ്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധി നൽകിയ സംഭാവനകൾ തീർച്ചയായും സമാനതകളില്ലാത്തതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയ ബഹുജന പ്രസ്ഥാനമാക്കി അദ്ദേഹം മാറ്റി. ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങൾ നഗരങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് മാറ്റി ഗ്രാമപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇതോടെ ഇന്ത്യയിലെ സാധാരണക്കാരിലേക്കും ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം തുടങ്ങിയ സത്യാഗ്രഹങ്ങൾ താഴെത്തട്ടിലുള്ള മനുഷ്യരെ തൊടുന്നതായിരുന്നു. ഇതോടെ ഗ്രാമപ്രദേശങ്ങളിലേക്കും കോൺഗ്രസിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം വ്യാപിച്ചു. ഇന്ത്യയിലെ കോടിക്കണക്കിന് ദരിദ്രനാരായണന്മാരുടെ ആത്മവിശ്വാസവും ധൈര്യവും പ്രചോദിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിന് കഴിഞ്ഞു. ഇതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു ജനകീയ ബഹുജന പ്രസ്ഥാനമായി മാറാൻ സാധിച്ചു. ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് തുടങ്ങിയ പ്രാദേശിക സമരങ്ങൾ അടിത്തട്ടിലുള്ള ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കിയപ്പോൾ 3 പ്രധാന പാൻ ഇന്ത്യൻ പ്രസ്ഥാനങ്ങളും ഗാന്ധി നേതൃത്വം നൽകുകയുണ്ടായി. ഈ പ്രാദേശിക സമരങ്ങളോടൊപ്പം തന്നെ ഒരു വലിയ ദേശീയ തലത്തിലുള്ള സമരങ്ങളും അദ്ദേഹം നടത്തി. പ്രധാനമായിട്ടും 3 പാൻ ഇന്ത്യൻ സമരങ്ങളാണ് അദ്ദേഹം നേതൃത്വം നൽകിയത്. നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയായിരുന്നു പാൻ ഇന്ത്യൻ പ്രസ്ഥാനങ്ങൾ. ഇതോടെ ദേശീയ പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിന് മഹാത്മാഗാന്ധി നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അദ്ദേഹം തൻ്റെ സമരമാർഗങ്ങൾ താഴെത്തട്ടിലുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തുകയും ഗ്രാമങ്ങളിൽ സമരപ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുശേഷം പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അദ്ദേഹം സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അതോടുകൂടി ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ മുതൽ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും തൊടുന്ന രീതിയിലേക്ക് സമരപ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിന്, ഇന്ത്യൻ ദേശീയതയ്ക്ക് മഹാത്മാഗാന്ധി വലിയ സംഭാവനകൾ നൽകി. കാരണം ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാൻ
ഗാന്ധിക്ക് സാധിച്ചു. ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യക്കാരനാവണമെങ്കിൽ നിങ്ങൾ ബ്രിട്ടനെ എതിർത്താൽ മതി. നിങ്ങൾ വീട്ടിൽ നിന്ന് നൂല് നൂൽക്കുന്നു, നിങ്ങൾ ഇന്ത്യക്കാരനാവുന്നു. നിങ്ങൾ ബ്രിട്ടനെതിരാവുന്നു, നിങ്ങൾ ഇന്ത്യക്കാരനാവുന്നു. അങ്ങനെ ഇന്ത്യയിലെ സാധാരണപ്പെട്ട മനുഷ്യരെ മുഴുവനും, ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾ, ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട സാധാരണപ്പെട്ട മനുഷ്യരെ ദരിദ്ര നാരായണന്മാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവസാന മനുഷ്യനെയും തൊട്ടുകൊണ്ടാണ് ഗാന്ധി തൻ്റെ സമരപ്രവർത്തനങ്ങൾ നടത്തിയത്. അദ്ദേഹം ഗ്രാമങ്ങളിലെ സമരപ്രവർത്തനങ്ങളും നടത്തി, അതുപോലെ പാൻ ഇന്ത്യ ലെവലിൽ വലിയ സമരങ്ങളും നടത്തി. അങ്ങനെ ഇന്ത്യ മുഴുവൻ ദേശീയ പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും ദേശീയതയ്ക്ക് വേണ്ടിയുമുള്ള കോൺട്രിബ്യൂഷൻ അത് സമാനതകളില്ലാത്തതായിരുന്നു.